സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ കുറച്ച് പോർഷൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു, സർഫസ് കെമിസ്ട്രിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ആ പോർഷൻസ് ഏകദേശം അവസാനിച്ചു. അതിനകത്ത് ചെറിയൊരു പെൻഡിങ് പോർഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ബാറ്ററീസ് എന്ന് പറയുന്നൊരു ടോപ്പിക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇത്, ബാറ്ററീസ് എന്ന് പറയുന്ന ടോപ്പിക്ക്, അല്ലെങ്കിൽ സെല്ലുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആ പോർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഒരു ബാറ്ററി എന്ന്. ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സെൽസ്. ഇലക്ട്രോകെമിക്കൽ സെല്ലുകളുടെ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് സാധാരണഗതിയിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബാറ്ററി എന്ന് വിളിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഈ ബാറ്ററികളെ യൂസ് ചെയ്യുന്നത് എന്തായിട്ടാണ്, ആസ് ആൻ എനർജി സോഴ്സ്, ഒരു ഊർജത്തിൻ്റെ സ്രോതസ്സായിട്ട് ആണ് നമ്മൾ ഈ ബാറ്ററീസിനെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ദ ബേസിസ് ഓഫ് ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ, ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഇസ് ആൻ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ ഏറ്റവും ബേസായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനുകളാണ്. എന്താണ് ഓക്സിഡേഷൻ? വാട്ട് ഡു യു മീൻ ബൈ ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ്റെ ഡെഫിനിഷനുകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇപ്പോൾ ഇലക്ട്രോണിനെ നമ്മൾ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സ്, അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഓക്സിഡേഷൻ എന്ന് പറയാം. ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, റിഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സുകൾ സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുമ്പോൾ അവയെ നമ്മൾ റിഡോക്സ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ റിഡോക്സ് റിയാക്ഷൻസ് എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോർമലി എ ബാറ്ററി ഈസ് ആൻ എനർജി സോഴ്സ്. ബാറ്ററി എന്ന് പറയുന്നത് എന്താണ്, ഒരു എനർജി സോഴ്സാണ്. അതൊരു ഇലക്ട്രോകെമിക്കൽ സെല്ലായിരിക്കും. ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ പറയുന്ന പ്രവർത്തനം അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഏത് റിയാക്ഷൻ ആയിരിക്കും, നമ്മളിതാ ഇവിടെ കണ്ട സംഗതി തന്നെയായിരിക്കും, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി എത്രമാത്രം കംഫർട്ടാണ് അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് നമ്മൾ ജനറലായിട്ട് ഈ സംഗതികൾ ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒന്ന് രണ്ട് പോയിന്റുകൾ കൂടി നമുക്കിതിനോടൊപ്പം ചേർത്ത് വായിച്ചു പോകാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ആൻഡ് കോമ്പാക്റ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി ട്രാൻസ്പോർട്ട്. ഈ ബാറ്ററിയുടെ സൈസ് എന്ന് പറയുന്നത് നോർമലി ചെറിയ സൈസായിരിക്കും. അതേപോലെ തന്നെ അത്യാവശ്യം വെയിറ്റും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബാറ്ററികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പോർട്ട് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന് എന്താണ്, ഇറ്റ് ഷുഡ് ഹാവ് എ റീസണബിളി ലോങ് ലൈഫ് ബോത്ത് വെൻ ഇറ്റ് ഈസ് ബീങ് യൂസ്ഡ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ഈ ഒരു ബാറ്ററി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സാധനത്തിന് ഒരു പ്രത്യേക ലൈഫ് ഉണ്ടായിരിക്കും. ഇത്രയും കാലം അത് വർക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ലൈഫ് അതിനുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്, അതിനകത്ത് നടക്കുന്ന ആ സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാത്തിടത്തോളം കാലം അതെന്ത് ചെയ്യും, എപ്പോഴും വേണം നമുക്ക് പ്രവർത്തിക്കാം. ആ റിയാക്ഷൻ അവസാനിക്കുമ്പോൾ അതിൻ്റെ ലൈഫോട് എന്ത് ചെയ്യും, അവസാനിക്കും. ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതെ മാറ്റിവെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ലൈഫ് നമുക്ക് കിട്ടേണ്ടത് എത്രയാണോ ആ ലൈഫ് നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത്, ദ വോൾട്ടേജ് ഓഫ് ദ ബാറ്ററി ഷുഡ് നോട്ട് വേരി അപ്രീഷിയബിളി ഡ്യൂറിങ് ഇറ്റ്സ് യൂസ്. വോൾട്ടേജ് ഓഫ് ദി ബാറ്ററി ഷുഡ് നോട്ട് വേരി. ഈ ബാറ്ററിയുടെ വോൾട്ടേജ് സാധാരണഗതിയിൽ വേരി ചെയ്യാറില്ല അപ്രീഷിയബിളി. വളരെ വലിയൊരളവിൽ ഇതിൻ്റെ വോൾട്ടേജിൽ വേരിയേഷൻ ഉണ്ടാവില്ല. ഇറ്റ്സ് യൂസ്, അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ. അവസാനം ഇതിൻ്റെ ഈ സെൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്ററി എന്താവും, ഡാമേജായി ആ സാധനം പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ ഈ ബാറ്ററിയുമായി ചേർത്ത് നമുക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്കുകളുടെ കുറച്ച് ഡീപ്പായിട്ടുള്ള കണ്ടന്റുകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ബാറ്ററി നമ്മുടെ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെൻറ്റ്സിനെ ബാറ്ററി എങ്ങനെയൊക്കെയാണ് ഫുൾഫിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ബാറ്ററി അല്ലെങ്കിൽ സെല്ലുകളുടെ ടൈപ്പുകൾ ഏതൊക്കെയാണ്.
ഈ സെല്ലുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ബാറ്ററി എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെല്ലുകളെ നമുക്ക് പ്രധാനമായും രണ്ടായി തിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി സെൽ. ഒന്നാമത്തെ ടൈപ്പ് ഏതാണ്? പ്രൈമറി സെൽ. രണ്ടാമത്തെ ടൈപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സെൽ. രണ്ടാമത്തെ ടൈപ്പിനെ വിളിക്കുന്ന പേരെന്താണ്? സെക്കൻഡറി സെൽ. ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി സെൽ ആൻഡ് ദ അതർ വൺ ഈസ് സെക്കൻഡറി സെൽ. പ്രൈമറി സെല്ലുകളുമുണ്ട്, സെക്കൻഡറി സെല്ലുകളുമുണ്ട്. എന്താണ് പ്രൈമറി സെൽ? ഇനി അടുത്ത് എന്താണ് സെക്കൻഡറി സെൽ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. സെൽ ഇൻ വിച്ച് ദ ഇലക്ട്രോഡ് റിയാക്ഷൻ കനോട്ട് ബി റിവേഴ്സ്ഡ് ബൈ എക്സ്റ്റേണൽ എനർജി. നമ്മളൊരു സെല്ലെടുത്തു, ആ സെല്ലിനകത്ത് എന്ത് റിയാക്ഷൻ നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞത്? അവിടെ ഇലക്ട്രോഡ് റിയാക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എന്ത് റിയാക്ഷൻ ഉണ്ട്? ഒരു സെല്ലിനകത്ത് ഇലക്ട്രോഡ് റിയാക്ഷൻ ഉണ്ട്. ഈ ഇലക്ട്രോഡ് റിയാക്ഷനെ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, അതായത് ഒരു സെൽ റിയാക്ഷൻ നടക്കുന്നു, ആ സെൽ റിയാക്ഷൻ നമുക്ക് അതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിൽ അത്തരത്തിലുള്ള സെല്ലുകളെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? പ്രൈമറി സെല്ലുകൾ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? പ്രൈമറി സെല്ലുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഒരു സെൽ റിയാക്ഷൻ നടക്കുന്നു ഒരു സെല്ലിനകത്ത് എന്ന് വിചാരിക്കുക. ആ സെൽ റിയാക്ഷനെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് റിവൈസ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ റിവൈസ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഒന്നിലധികം തവണ ആ സെല്ലിനെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല. നമുക്ക് ഒറ്റ തവണ മാത്രമേ ആ സെല്ലിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ സെല്ല് ഡാമേജ് ആവും, നമ്മൾ അതിനെ എന്ത് ചെയ്യേണ്ടി വരും? കളയേണ്ടി വരും, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഒറ്റ തവണ മാത്രം ഇത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളെയാണ് നമ്മൾ പ്രൈമറി സെല്ലുകൾ എന്ന പേരിൽ വിളിക്കുന്നത്. പ്രൈമറി സെല്ലുകൾ എന്ന പേരിൽ വിളിക്കുന്നത്. ദീസ് സെൽസ് കനോട്ട് ബി റീചാർജ്ഡ്. ദീസ് സെൽസ് കനോട്ട് ബി റീചാർജ്. ഈ സെല്ലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? റീചാർജ് ചെയ്യാൻ സാധിക്കില്ല. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇത് റീചാർജ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഇപ്പോൾ ഡ്രൈ സെൽ നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡ്രൈ സെല്ലുകൾ, ടോർച്ചിലൊക്കെ ഇട്ടിരുന്ന ഡ്രൈ സെല്ലുകൾ, അവയെ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവയിലേക്ക് നമുക്ക് എന്ത് ചെയ്യത്തില്ല? വീണ്ടും അതിനെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കത്തില്ല. അപ്പോൾ ആ ഡ്രൈ സെൽ. രണ്ടാമത്തത് മെർക്കുറി സെൽ അല്ലെങ്കിൽ ബട്ടൺ സെൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ടോർച്ചുകൾ, ബാറ്ററികളുടെ, നമ്മുടെ കളിപ്പാട്ടങ്ങളുടെ അകത്തൊക്കെ ഉപയോഗിക്കുന്നത്, വാച്ചുകളുടെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന സെല്ലുകൾ, അവയാണ് നമ്മൾ നോർമലി എന്തെന്ന് പറയുന്നത്? മെർക്കുറി സെല്ലുകൾ അല്ലെങ്കിൽ ബട്ടൺ സെല്ലുകൾ എന്ന് പറയുന്നത്. അവയെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യത്തില്ല? റീചാർജ് ചെയ്യത്തില്ല, അങ്ങനെ ഉപയോഗിക്കാനും സാധിക്കത്തില്ല. അതുകൊണ്ട് അവയെ നമ്മൾ ഏത് കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പ്രൈമറി സെല്ലുകൾ എന്ന കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ നമുക്ക് നോക്കാം സെക്കൻഡറി സെൽസ്. എന്താണ് സെക്കൻഡറി സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? സെൽസ് which can be recharged by കറണ്ട് പാസ് ചെയ്തുകൊണ്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന സെല്ലുകളെയാണ് സെക്കൻഡറി സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ കറണ്ട് ഏത് ഡയറക്ഷനിൽ നമ്മൾ പാസ് ചെയ്യിക്കണം എന്നത് കൂടി ഓർക്കുക. in the opposite direction of the reaction. അതിനകത്ത് എങ്ങനെയാണോ റിയാക്ഷൻ നടന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി തന്നുകൊണ്ടിരുന്നത്, ആ തന്നുകൊണ്ടിരുന്ന ആ ഡയറക്ഷൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സെല്ലുകളെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ പുനരുപയോഗം നടത്താൻ പറ്റും. അപ്പോൾ ഒന്നിലധികം തവണ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി സെല്ലുകൾ എന്ന് പറയുന്നത്. എന്താണ് സെക്കൻഡറി സെല്ലുകൾ? അപ്പോൾ സെക്കൻഡറി സെൽസ് മീൻസ് ദ സെൽ വിച്ച് ക്യാൻ ബി റീചാർജ്ഡ് ബൈ പാസിംഗ് current through them into the opposite direction so that they can be used again. അതുകൊണ്ട് നമുക്ക് ഇതിനെ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെക്കൻഡറി സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവന് എക്സാമ്പിൾ വേണേ. എക്സാമ്പിൾ ഓർമ്മിച്ച് വെച്ചേക്കുക. ലെഡ് സ്റ്റോറേജ് സെൽ. എന്താണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി എന്തിന് ഉദാഹരണമാണ്? സെക്കൻഡറി സെല്ലിന് ഉദാഹരണമാണ്. പിന്നെയോ നിക്കൽ കാഡ്മിയം ബാറ്ററി എന്തിനു ഉദാഹരണമാണ്? നമ്മുടെ സെക്കൻഡറി സെല്ലുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ ആണ്? അപ്പോൾ നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് സെല്ലുകളാണ് പറഞ്ഞത്. രണ്ട് തരത്തിൽ സെല്ലുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം വളരെ ബ്രോഡായിട്ട്. അതിനകത്ത് ഒന്ന് നമ്മൾ പറയുന്നത് ഏതാണ്? പ്രൈമറി സെൽ. രണ്ട് സെക്കൻഡറി സെൽ. ഓക്കെ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇവയുടെ എക്സാമ്പിളുകൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. വളരെ രസകരമായ പോർഷനാണ്. നമുക്ക് നോക്കാം. പ്രൈമറി സെല്ലുകൾക്ക് ഉദാഹരണം
പിന്നെ അവയിലെ ആനോഡ് ഏത്, കാഥോഡ് ഏത്, ഇലക്ട്രോലൈറ്റ് ഏത് രൂപത്തിലാണ്, ഏതിനെയാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോകാം. ഫസ്റ്റ് വൺ ഈസ് ഡ്രൈ സെൽ. ആദ്യമായിട്ട് നമുക്ക് വന്നത് ഏത് തന്നെയാണ്, ഡ്രൈ സെല്ല് തന്നെയാണ്. ഡ്രൈ സെല്ല് നമ്മൾ കണ്ടിട്ടില്ലാത്തവരൊന്നുമല്ല. നമ്മൾ ടോർച്ചിനകത്തിരുന്ന ബാറ്ററി ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെയാണ്. ചെറുതിലെയൊക്കെ ഇതിന്ന് കേടായ ബാറ്ററി എടുത്ത് നമ്മൾ LED ബൾബൊക്കെ നമ്മൾ കത്തിച്ച് കളിച്ചിട്ടൊക്കെ ഉണ്ടാകാം. അപ്പോൾ ആ ഡ്രൈ സെല്ലുകളെ നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൃത്യമായി അതിലെ ഘടകങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിലും അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള വിവരം കുഞ്ഞിലെ തന്നെ നമുക്ക് അറിയാമായിരുന്നു. നമുക്ക് നോക്കാം ഈ ഡ്രൈ സെല്ലിനകത്ത് എന്തൊക്കെ ഉണ്ട്. അപ്പം നോക്കൂ, ഒരു ഡ്രൈ സെല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെല്ലിനകത്ത് എന്ത് വേണം, ആനോഡ് വേണം, ഒരു കാഥോഡ് വേണം. പിന്നെ നോർമലി വേണ്ട മറ്റൊരു സംഗതിയാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെല്ലിനകത്ത് എന്തുണ്ട്, ആനോഡുണ്ട്. നമ്മുടെ ഡ്രൈ സെല്ലിനകത്ത് ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് സിങ്ക് കണ്ടെയ്നറിനെയാണ്. ആരെയാണ്, ഒരു സിങ്ക് പാത്രത്തിനെയാണ് നമ്മുടെ ഡ്രൈ സെല്ലിനകത്ത് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കാഥോഡ് വേണമല്ലോ. അപ്പോൾ കാഥോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്, കാർബൺ അല്ലെങ്കിൽ ആരെയാണ്, ഗ്രാഫൈറ്റ് റോഡിനെയാണ്. അപ്പോൾ കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡിനെ നമ്മൾ കാഥോഡായിട്ട് യൂസ് ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ? അല്ല, എന്ത് ചെയ്യും, സറൗണ്ടഡ് ബൈ പൗഡേർഡ് MnO2 ആൻഡ് കാർബൺ. ഈ കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡിനെ എടുത്തതിന് ശേഷം അതിൻ്റെ ചുറ്റാകെ MnO2 മാംഗനീസ് ഡയോക്സൈഡും കാർബണിൻ്റെയും കൂടെ പൗഡർ കൂടെ നമ്മൾ നിറയ്ക്കും, പൗഡേർഡ് ഫോമിൽ നിറയ്ക്കും. എന്നിട്ട് അതിനെ മൊത്തത്തിലായിട്ടാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, കാഥോഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആനോഡായി, പിന്നെന്തായി, കാഥോഡായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം, ഇലക്ട്രോലൈറ്റ് വേണം. ഡ്രൈ സെല്ല് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ദ മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് NH4Cl ആൻഡ് ZnCl2. അമോണിയം ക്ലോറൈഡും അതേപോലെ സിങ്ക് ക്ലോറൈഡിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് വൈദ്യുതിയെ കടത്തിവിടുന്ന മോയിസ്റ്റ് പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ സാധനത്തിനെ ഇവിടെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ മറക്കോ, ആനോഡ് ആരാണ്, ആനോഡ് സിങ്ക് കണ്ടെയ്നറാണ്. ഇനി കാഥോഡ് ആരാണ്, കാർബൺ റോഡാണ് കാഥോഡ്. അതിനെ സറൗണ്ട് ചെയ്ത് എന്തുണ്ട്, MnO2ഉം കാർബണിൻ്റെ പൗഡറും ഉണ്ട്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് NH4Cl-ഉം ZnCl2ഉം കൂടെ ചേർന്ന ഒരു മോയിസ്റ്റ് പേസ്റ്റിനെയാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, അവിടെ പറയൂ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. ഓക്കെ, സാധാരണ ഒരു ബാറ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ മുകളിൽ ഒരു സിൽവർ അല്ലെങ്കിൽ മെറ്റൽ ക്യാപ്പ് കാണും. ആ സാധനമാണ് സാധാരണ രീതിയിൽ പോസിറ്റീവ് ചാർജ് വരുന്ന ഭാഗമായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഏറ്റവും താഴെ ഭാഗം എന്താ, ഈ കാണുന്ന ഏറ്റവും അടിഭാഗത്ത് കാണപ്പെടുന്ന ഈ ഒരു ഭാഗമുണ്ട്, ഒരു സിൽവർ കളറിലിരിക്കുന്ന ഇതിൻ്റെ അത്രയും തിളക്കമില്ലാത്തൊരു പോർഷൻ, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് കണ്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പോളായിട്ട് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. അത് ആനോഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സംഗതിയാണ്, സിങ്ക് കേസാണ്, സിങ്ക് പാത്രമാണ് ആ സാധനം. അതിനകത്താണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവിടെ കണ്ടോ, ഈ കാർബണിൻ്റെ റോഡ് വെച്ചിരിക്കുന്നത്, ഇതിനകത്തൊരു കാർബണിൻ്റെ റോഡുണ്ട്. ആ കാർബണിൻ്റെ റോഡിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, കാഥോഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാഥോഡായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് കാർബണിൻ്റെ റോഡാണ്. ഇനി ആ കാർബൺ റോഡ് എവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നോക്കൂ. ദാണ്ട മിക്സ്ചർ ഓഫ് കാർബൺ ആൻഡ് മഗ്നീഷ്യം ഡയോക്സൈഡ്, MnO2ഉം അതേപോലെ കാർബണിൻ്റെയും കൂടെ പൗഡറിനകത്തല്ലിടെ ഈ സാധനത്തിന് നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്നത് വെച്ചിരിക്കുന്നത്, അതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇനിയോ അതിൻ്റെ കവറിങ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു കവറിങ് കൂടി നമ്മുടെ ഈ സിങ്ക് ആനോഡായിട്ട് യൂസ് ചെയ്യുന്ന സിങ്ക് കേസിനകത്ത് വരുന്നുണ്ട്. അതേതാണ്, അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും. ഈ അമോണിയം ക്ലോറൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും കൂടെ മോയിസ്ചർ പേസ്റ്റിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു, കണ്ടോ, ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇതാണ് ഒരു ഡ്രൈ സെൽ എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത് ഇപ്പോൾ എവറെഡിയുടെ ബാറ്ററി, നിപ്പോയുടെ ബാറ്ററി എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം, അതിൻ്റെ കണ്ടന്റുകൾ ഇത്രയുമാണ്. ഓക്കെ, ഇതിനകത്തുള്ള ഈ പ്രവർത്തനങ്ങൾ ഇത്രയും നടന്നതിന് ശേഷമാണ് നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി അതിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് നമുക്ക് എന്ത് ചെയ്യുന്നത്, തരുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൈ സെല്ലിൻ്റെ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, ദെൻ ഇലക്ട്രോലൈറ്റ് ഏതാണ് നമുക്ക് അറിയാം. ആനോഡ് സിങ്ക്, കാഥോഡ് കാർബൺ, ഓർമ്മിക്കുക. ഇലക്ട്രോലൈറ്റ് NH4Cl ആൻഡ് ZnCl2. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിളാണ്, വളരെ കളർഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇതോടുകൂടി ഇത് പച്ച പിടിച്ച സ്ലൈഡുകളാണ്, ഇതോടുകൂടി നമ്മുടെ ജീവിതമൊക്കെ പച്ച പിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കടുത്ത സ്ലൈഡിലേക്ക് പോവാം.
ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് ആണ്. എങ്ങനെയാണ് ഇതിൽ ആനോഡിൽ റിയാക്ഷൻ നടക്കുന്നത്, കാഥോഡിൽ റിയാക്ഷൻ നടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. നോക്കാം. ആനോഡിലെ റിയാക്ഷൻ, ആനോഡ് സിങ്ക് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് നടക്കുന്ന റിയാക്ഷൻ Zn gives Zn 2++2 ഇലക്ട്രോൺ. ആനോഡിൽ നോർമലി ഏത് റിയാക്ഷനാണ് നടക്കുന്നത്? ഓക്സിഡേഷൻ. കണ്ടോ, സിങ്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് Zn 2+ ആയിട്ട് മാറി, സിങ്ക് ഇലക്ട്രോഡായിട്ട് മാറി. സോ ആനോഡിക് റിയാക്ഷൻ ഈസ് ഓക്സിഡേഷൻ. ഓക്കെ. ദെൻ നോക്കൂ, കാഥോഡ് MnO2+, MnO2 അതിനകത്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ NH4 Cl ഓക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുമായും റിയാക്ട് ചെയ്യുന്നത് MnO2+, NH4+, ഒരു ഇലക്ട്രോണിനെ കൂടി സ്വീകരിച്ചുകൊണ്ട് എന്തായിട്ട് മാറുന്നു? MnOOH+ NH3 ആയിട്ട് മാറും. ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്, കാഥോഡിലെ റിയാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മിച്ച് വെക്കേണ്ട പോയിന്റാണ് ഈ കാണിച്ചിരിക്കുന്ന പോയിന്റ്. ഏതാണ്? ഡ്രൈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 1.5 വോൾട്ട് ആണ്. ഡ്രൈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? 1.5 വോൾട്ട് ആണ്, മറക്കരുത്. അപ്പോൾ 1.5 വോൾട്ട്, 1.5 വോൾട്ട് ആണ് ആരുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? നമ്മുടെ ഡ്രൈ സെല്ലുകളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിലിനി സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഡ്രൈ സെല്ലുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ. ഇനി നമ്മൾ പോകുന്നു രണ്ടാമത്തെ തരത്തിലുള്ള സെല്ലുകൾ. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സെൽ, ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു മെർക്കുറി സെൽ. എന്താണ് അതിൻ്റെ പേര്? മെർക്കുറി സെൽ. ആ ചിത്രത്തിൽ നോക്കൂ, ബട്ടൺസ് കണക്കിരിക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ടാണ് ഈ സാധനത്തിൻ്റെ ബട്ടൺ സെൽ എന്നും വിളിക്കും. മെർക്കുറി സെൽ എന്ന് പറയുന്നത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള, വളരെ സൈസ് കുറഞ്ഞ സംഗതികളാണ് ആരെന്ന് പറയുന്നത്? ഈ മെർക്കുറി സെല്ലുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ബാക്കിയുള്ള സെല്ലുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ടോക്സിക് ആണ്. എന്തുകൊണ്ടായിരിക്കും ടോക്സിക്? ഈ ബാറ്ററികൾ നോർമലി കുട്ടികളെന്ന് ഓർത്തിച്ച് കടിക്കരുതെന്ന് നമ്മൾ പറയാറുണ്ട്. അല്ല, എസ്പെഷ്യലി മെർക്കുറി സെല്ല് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന്, അല്ലെങ്കിൽ എടുത്ത് കടിക്കുകയോ കൊച്ചുങ്ങൾക്ക് കൊടുക്കുകയോ ചെയ്യരുത്, കുട്ടികൾക്ക് കൊടുക്കുകയോ ചെയ്യരുത് നമ്മൾ പറയുന്നുണ്ട്. കാരണം എന്താണ്? കാരണം വേറൊന്നുമില്ല, അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് എന്തുണ്ട്? മെർക്കുറി ഉണ്ട്. മെർക്കുറി ഈസ് എ ടോക്സിക് എലമെൻറ്റ്. മെർക്കുറി എന്ന് പറയുന്നത് ഒരു ടോക്സിക് എലമെൻറ്റാണ്, ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു എലമെൻറ്റ്. അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാതെ ഈ സംഗതി ആർക്കും എടുത്ത് കൊടുക്കരുത്, എടുത്ത് കടിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പം നമ്മൾ നോക്കുന്നു ഈ ചിത്രം, മെർക്കുറി സെല്ലാണെങ്കിലും ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ പോലും ഇതിനകത്ത് ആനോഡുണ്ട്, കാഥോഡുണ്ട്, ബാക്കി ഇലക്ട്രോലൈറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്കിൽ മാത്രമേ ഈ സാധനം എന്ത് ചെയ്യത്തുള്ളൂ? വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്ക് നോക്കാം. മെർക്കുറി സെല്ലിനകത്തുള്ള ആനോഡ് സിങ്ക് അമാൽഗമാണ്. എന്താണ് സിങ്ക് അമാൽഗം? ഏതെങ്കിലും ഒരു മെറ്റൽ മെർക്കുറിയുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കണ്ടന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമാൽഗം. ഇത് കണ്ടോ, സിങ്ക് അമാൽഗം എന്ന് നമ്മളിവിടെ എഴുതി തണ്ട ബ്രാക്കറ്റിൽ Zn⁻Hg. അപ്പോൾ സിങ്ക് അമാൽഗമാണ് ഇവിടുത്തെ ആനോഡ്. എന്നാൽ പിന്നെ ഇവിടുത്തെ കാഥോഡ് ആരാണ്? ഇതാ നോക്കൂ, എ പേസ്റ്റ് ഓഫ് HgO. Hg ഇവിടെ നമ്മൾ Hg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് ആ പേര് കിട്ടിയത്? Hg എന്ന് വെച്ചാൽ ഹൈഡ്രാർജനം, കേട്ടോ, ഹൈഡ്രാർജനം. അതിൽ നിന്നാണ് മെർക്കുറിക്ക് Hg എന്ന് പറയുന്ന സിമ്പലൊക്കെ കിട്ടിയത്. അപ്പോൾ ഇത് HgO, മെർക്കുറിയുടെ ഓക്സൈഡ് ആൻഡ് കാർബൺ. HgO ആൻഡ് കാർബൺ പേസ്റ്റിനെ കളക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് വർക്ക് ചെയ്യും? ഇവിടെ കാഥോഡായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ മെർക്കുറി സെല്ലിൻ്റെ ആനോഡ് ആര്? മെർക്കുറി സെല്ലിൻ്റെ ആനോഡ് സിങ്കാണ്, സിങ്ക് അമാൽഗമാണ്. ഇനി മെർക്കുറി സെല്ലിൻ്റെ കാഥോഡ് ആര്? മെർക്കുറി സെല്ലിൻ്റെ കാഥോഡ് പേസ്റ്റ് ഓഫ് HgO ആൻഡ് കാർബൺ. എന്താണ്? പേസ്റ്റ് ഓഫ് HgO ആൻഡ് കാർബൺ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ മെർക്കുറി സെല്ലിൻ്റെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്നാൽ ഇലക്ട്രോലൈറ്റോ ഇതാ നോക്കൂ, ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് ഓഫ് KOH. ഇത് നമുക്കറിയാം, KOH എന്താണ്? KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് പൊട്ടാഷ് എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ ഇതാ ഇവിടെ മറ്റൊരാൾ കൂടിയുണ്ട്. ആരാണ്? ZnO, സിങ്ക് ഓക്സൈഡ്. അപ്പോൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും സിങ്ക് ഓക്സൈഡിൻ്റെയും കൂടെ പേസ്റ്റിനെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. എവിടെ? മെർക്കുറി സെല്ലിൽ. ഓക്കെ, ഓർമ്മിച്ച് വയ്ക്കാം. സിമ്പിൾ, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്.
ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിതിനെ ഓർമ്മിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മെർക്കുറി സെല്ലിൻ്റെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് അമാൽഗമാണ്. അവിടുത്തെ കാഥോഡ് എന്ന് പറയുന്നത് പേസ്റ്റ് ഓഫ് HgO ആൻഡ് കാർബൺ ആണ്. ദെൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് പേസ്റ്റ് ഓഫ് KOH ആൻഡ് സിങ്ക് ഓക്സൈഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇതാ നോക്കൂ, ഈ ചിത്രത്തിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അതിനകത്ത് ആനോഡിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ആനോഡ് ക്യാപ്പാണ്. ദെൻ അടുത്ത ഇതിനകത്തുള്ള സെപ്പറേറ്ററുകൾ, ആനോഡിനെയും കാഥോഡിനെയും സെപ്പറേറ്ററുകളുണ്ട്. പിന്നെ ഏറ്റവും അടിയിൽ എന്തുണ്ട്? കാഥോഡുണ്ട്. ഇത്രയും ചേർന്നാണ് ഈ സെൽ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണേ? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നു ഇതിലെ റിയാക്ഷനുകളെ കുറിച്ച്. ഇതിലെ റിയാക്ഷനുകൾ ജസ്റ്റ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഈ റിയാക്ഷനുകളെല്ലാം കാണാതൊന്നും പഠിച്ചു വെക്കണ്ട. അതിൽ ഫസ്റ്റ് റിയാക്ഷൻ നോക്കൂ. ആനോഡിൽ നടക്കുന്നു. Zn(Hg) plus 2OH minus gives ZnO ബ്രാക്കറ്റിൽ എസ് സോളിഡ് പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺ. അതാണ് ഏതെന്ന് പറയുന്നത് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഞാനിത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ ഈ ജസ്റ്റ് ഒന്ന് എഴുതി ഓർമ്മിച്ച് വെച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ആനോഡിൽ നടക്കുന്ന Zn(Hg) plus 2OH minus gives ZnO plus H2O plus 2 ഇലക്ട്രോൺ എന്നതാണ് എവിടെ നടക്കുന്ന റിയാക്ഷൻ? ആനോഡിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കൂ. കാഥോഡിൽ HgO plus H2O plus 2 ഇലക്ട്രോൺ gives Hg plus 2OH minus. എന്താണ് നടക്കുന്നത്? HgO plus H2O plus 2 ഇലക്ട്രോൺ gives Hg ബ്രാക്കറ്റിൽ L ഉണ്ട്, ദാറ്റ് മീൻസ് ലിക്വിഡ്, പ്ലസ് 2OH മൈനസ്. അതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ, നമ്മുടെ കാഥോഡിനകത്ത് നടക്കുന്ന റിയാക്ഷൻ. തൊട്ട് താഴെ ഈ കാണിച്ചിരിക്കുന്നത് ഓവറാൾ റിയാക്ഷൻ ആണ്. ഓവറാൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനോഡ് റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനെയും കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാം. എന്ന് വെച്ചാൽ ആനോഡിലെ റിയാക്ഷനോടൊപ്പം കാഥോഡിലെ റിയാക്ഷനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറാൾ റിയാക്ഷൻ നടക്കും, കിട്ടും. അതാണ് സെല്ലിൻ്റെ ഓവറാൾ റിയാക്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കും, ഇത് കണ്ടോ, ഈ ഗീവ്സ്, ഈ രണ്ട് ഗീവ്സുകളും നമ്മൾ ആദ്യം പരിഗണിക്കും. പരിഗണിച്ചതിന് ശേഷം ഈ ഗീവ്സിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളതിൽ ഈ രണ്ട് ഇക്വേഷനിലും ഈക്വലായിട്ട് വരുന്ന എന്തെങ്കിലും സംഗതികളുണ്ടോ എന്ന് നോക്കും. അതിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 2 ഇലക്ട്രോൺ, ഇവിടെ ഒരു 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. കാര്യം ആ 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞ സാധനം ഈ ഇതിനകത്തുണ്ടോ? ഇല്ല. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇതാ ഇവിടെ നോക്കൂ, ഇവിടെ 2OH മൈനസ് 2OH മൈനസ്. ഇവിടെ എവിടെയെങ്കിലും 2OH മൈനസ് കണ്ടോ? ഇല്ല, അത് രണ്ടും പോയി. പിന്നെ വേറെ എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാൻ ഇനിയുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം നമുക്കതാ നമ്മൾ ഇതിനെ ആഡ് ചെയ്തപ്പോൾ ഇതിനെയും കട്ട് ചെയ്തു. ഓവറാൾ റിയാക്ഷൻ എടുത്തപ്പോൾ അടുത്ത് ഇതിനെയും കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു 2OH മൈനസ് കിടക്കുന്നു, ഇവിടെ ഒരു 2OH മൈനസ് കിടക്കുന്നു, അതിനെയും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി എന്ത് ബാക്കിയുണ്ട്? ആനോഡിക് റിയാക്ഷൻ്റെ ഗീവ്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ Zn(Hg) അതേ ഉള്ളൂ ബാക്കി. പിന്നെ തൊട്ട് താഴേക്ക് നമ്മൾ വരുന്നു. ഇനി ഇവിടെ ഒരു അടുത്തുള്ളത് കാഥോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ബാക്കിയുള്ളത്. അവിടെ ഒരു HgO ഉണ്ട് ബാക്കി. അപ്പുറത്ത് HgO ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ HgO നമ്മൾ അതേപോലെ ഇവിടെ എടുത്തെഴുതി, HgO എഴുതി. ഇനി നോക്കൂ, ഇവിടെ ഒരു H2O ഇരിക്കുന്നു, അതുപോലെ ഒരു H2O ഇവിടെ ഇരിക്കുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ വന്നു? Zn(Hg) ഇതാ വെട്ടാത്തത് നോക്കൂ, Zn(Hg). പിന്നെ ഇവിടെ എന്തേ ഉള്ളൂ? പ്ലസ് ഈ ഒരു HgO കണ്ടോ? HgO അത് സോളിഡ് ആണ് കേട്ടോ, അതിവിടെയും S ഉള്ളതാണ്. അപ്പോൾ HgO. പിന്നെ ഇനി ലെഫ്റ്റ് സൈഡിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഗീവ്സിന്? ലെഫ്റ്റ് സൈഡിൽ ഇല്ല. ഇനി റൈറ്റ് സൈഡിലേക്ക് പോകാം. നോക്കൂ, റൈറ്റ് സൈഡിൽ ഇവിടെ എന്താ അവശേഷിക്കുന്നു? ഒരു Zno സോളിഡ് ഇതാ അടക്കുന്നു, ഒരു Zno സോളിഡ്. ഇനി ഇതാ നോക്കൂ, അടുത്ത കാഥോഡിക് റിയാക്ഷൻ. പിന്നെ ആനോഡിക് റിയാക്ഷനിൽ ഒന്നും ബാക്കിയില്ല. കാഥോഡിക് റിയാക്ഷനിൽ ബാക്കി എന്തുണ്ട്? Hg ലിക്വിഡ് കണ്ടോ? Hg ലിക്വിഡ് എടുത്തെഴുതി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ റിയാക്ഷൻ എങ്ങനെ കിട്ടി? ഓവറാൾ റിയാക്ഷൻ Zn(Hg) പ്ലസ് HgO സോളിഡ് ഗീവ്സ് Zno സോളിഡ് പ്ലസ് Hg ലിക്വിഡ്. ഇതാണ് ഓവറാൾ റിയാക്ഷൻ. ഓക്കെ. അപ്പോൾ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഓവറാൾ റിയാക്ഷൻ കിട്ടുന്നത്. ഇനി നോക്കൂ, ദ സെൽ പൊട്ടൻഷ്യൽ. ഇവിടുത്തെ സെൽ പൊട്ടൻഷ്യൽ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ 1.5 വോൾട്ട് ആണെങ്കിൽ ഇവിടെ എത്രയാണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? 1.35 വോൾട്ട് ആണ്. എത്രയാണ്? 1.35 വോൾട്ട് ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് മെർക്കുറി സെല്ലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ.
ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ പോകുന്നു പ്രൈമറി സെല്ലുകളെ അവിടെ നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമ്മൾ അടുത്ത കിടക്കുന്ന പോർഷൻ സെക്കൻഡറി സെൽ. എന്താണ് സെക്കൻഡറി സെല്ലുകൾ? നോക്കാം. ഒന്നാമത്തെ സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആരെയാണ് തന്നിരിക്കുന്നത്? നോക്കൂ, ലെഡ് സ്റ്റോറേജ് സെൽ. ഓക്കെ, സെക്കൻഡറി സെൽ എന്ന് പറയുന്നത് പോലെ തന്നെ കടുപ്പമാണ്, പേര് നല്ല ഗാംഭീര്യമുണ്ട്, ലെഡ് സ്റ്റോറേജ് സെൽ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സെൽ ഏതാണ്? സെക്കൻഡറി സെല്ലിലെ ഒന്നാമത്തേത് ഏതാണ്? ലെഡ് സ്റ്റോറേജ് സെൽ. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പഠിച്ചു പോകാം. അതിലെ ആനോഡ് ആരാണ്? ആനോഡ് ലെഡ് പ്ലേറ്റ്. ആനോഡ് ആരാണ്? ലെഡ് പ്ലേറ്റ്. ഓക്കെ, ഇത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ ആവശ്യമില്ലാതെ വരച്ച് കുളമാക്കാത്തത് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ആനോഡ് എന്ന് പറയുന്നത് ലെഡ് പ്ലേറ്റ് ആണ്, മറക്കരുത്. ഇനി കാഥോഡ് എന്ന് പറയുന്നത് ഗ്രിഡ്സ് ഓഫ് ലെഡ് പ്ലേറ്റ്സ്. ലെഡ് പ്ലേറ്റിന്റെ ഗ്രിഡുകളെയാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആനോഡ് ഒരു ലെഡ് പ്ലേറ്റ്. ഈ ലെഡ് പ്ലേറ്റുകളുടെ ഗ്രിഡിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? കാഥോഡായിട്ട് ഉപയോഗിക്കും. അത് മാത്രമാണോ ഉപയോഗിക്കുന്നത്? അല്ല, മറിച്ച് പാക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്, PbO2 എന്ന ലെഡ് ഡയോക്സൈഡ് വെച്ച് പാക്ക് ചെയ്തിരിക്കുന്ന ഗ്രിഡ് ഓഫ് ലെഡ് പ്ലേറ്റ്സിനെയാണ് കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നോക്കി ആൻസർ ചെയ്യണം. കാര്യം ഇപ്പം താഴെ തന്നിരിക്കുന്നതിൽ ആനോഡ് ഏത് എന്ന് ചോദിച്ചാൽ ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ കേസിൽ ലെഡ് പ്ലേറ്റും അതിനകത്ത് കാണും, ഗ്രിഡ് ഓഫ് ലെഡ് പ്ലേറ്റ്സും കാണും. നമ്മൾ ഏത് ആനോടെന്ന് എഴുതും? കാണുമ്പോൾ ലെഡ് കാണുമ്പോഴേ ഗ്രിഡ് ഓഫ് ലെഡ് പ്ലേറ്റ്സിനകത്ത് കൊണ്ട് കറുപ്പിച്ച് കളയരുത്. നമ്മൾ ഏതിനകത്ത് കൊണ്ട് കറുപ്പിക്കണം? ലെഡ് പ്ലേറ്റ്സിനകത്ത് തന്നെ കറുപ്പിക്കണം. ഓക്കെ, മറ്റേതാണെങ്കിൽ എന്തായിട്ട് മാറും? അത് കാഥോഡായിട്ട് മാറും. ആൻസർ തെറ്റിപ്പോവും. ഓക്കെ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കിങ് ഓഫ് കെമിക്കൽസ് അല്ലെങ്കിൽ കിങ് ഓഫ് ആസിഡ് എന്ന് പറയുന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ആസിഡായ സൾഫ്യൂരിക് ആസിഡിനെയാണ് ലെഡ് സ്റ്റോറേജ് സെല്ലുകളുടെ അകത്ത് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ വേണം. എത്ര ശതമാനം? ബൈ വെയിറ്റ് 38% ബൈ വെയിറ്റ് സൊല്യൂഷൻ ഓഫ് H2SO4. 38% മാസ് പെർസെൻറ്റേജ് ഒക്കെ പഠിച്ചില്ലേ? അപ്പോൾ അതേപോലെ 38% ഓഫ് H2SO4നെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. നമ്മുടെ ലെഡ് സ്റ്റോറേജ് സെൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ പേര് പോലെ തന്നെ ആനോഡ് ലെഡ് പ്ലേറ്റ്, കാഥോഡ് ഗ്രിഡ്സ് ഓഫ് ലെഡ് പ്ലേറ്റ്, അത് പാക്ഡ് ആയിട്ട് ലെഡ് ഡയോക്സൈഡിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് മറക്കണ്ട, ഇലക്ട്രോലൈറ്റ് ആരാണ്? സൾഫ്യൂരിക് ആസിഡ്, H2SO4. ഇതാ നോക്കൂ, പടം വളരെ കാര്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നെഗറ്റീവ് ഇലക്ട്രോഡ്, ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ്. കണ്ടോ, കാഥോഡ് എന്ന് പറയുന്നത് ലെഡിൻ്റെ ഗ്രിഡ് കണ്ടോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഓവറോൾ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ലെഡ് സ്റ്റോറേജ് സെൽ ഒരു സെക്കൻഡറി സെല്ലാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഒന്നും കൂടി പോയിന്റുകൾ കുറിച്ചെടുത്തിട്ട് വായിച്ചു നോക്കാം. ഇനി ഇതാ അതിൻ്റെ റിയാക്ഷൻ വെൻ ബാറ്ററി ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ദ സെൽ റിയാക്ഷൻ വെൻ ദ ബാറ്ററി ഈസ് ഇൻ യൂസ്. ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള സെൽ റിയാക്ഷനാണ് ഇത് തന്നിരിക്കുന്നത്. നോക്കുക, ആനോഡിൽ നടക്കുന്നത് Pb സോളിഡ് പ്ലസ് SO4 2- AQ എന്ന് പറയുന്നത് അക്വസ് ഗീവ്സ് PbSO4 പ്ലസ് 2 ഇലക്ട്രോൺ എന്നതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. ഏതാണ്? Pb സോളിഡ് പ്ലസ് SO4 2- അക്വസ് ഗീവ്സ് SO4 പ്ലസ് 2 ഇലക്ട്രോൺ. ദെൻ രണ്ടാമത്തെ കാഥോഡ് റിയാക്ഷൻ നോക്കൂ, PbO2 സോളിഡ് പ്ലസ് SO4 2- അക്വസ് പ്ലസ് 4H പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് PbSO4 സോളിഡ് പ്ലസ് 2H2O ലിക്വിഡ്. നേരത്തെ പോലെ തന്നെ ഈ ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനും കൂടെ നമുക്ക് ക്ലബ് ചെയ്യാം, കമ്പൈൻ ചെയ്തിട്ട് ഓവറാൾ റിയാക്ഷൻ എഴുതാം. ആ ഓവറാൾ റിയാക്ഷൻ അതായത്
PbS plus PbO2 solid plus 2H2SO4 aqueous gives 2 PbSO4 solid plus 2H2O liquid എന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ച് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി, അല്ലാതെ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിൽ നിൽക്കില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ദ EMF ഓഫ് ദ സെൽ ഡിപ്പെൻഡ്സ് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് H2SO4. നല്ലൊരു പോയിന്റാണ്. ഇതിൻ്റെ EMF എന്താണ്? EMFിൻ്റെ ഫുൾ ഫോം എന്താ? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് നമ്മൾ പറയും. ദ EMF ഓഫ് ദ സെൽ, ഈ സെല്ലിൻ്റെ EMF ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിനെ തന്നെയാണ്. കോൺസെൻട്രേഷൻ ഓഫ് H2SO4നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ EMF ഡിപ്പെൻഡ് ചെയ്യുന്നത് H2SO4ൻ്റെ കോൺസെൻട്രേഷനെയാണ്, മറക്കരുത്. മറ്റാരെയുമല്ല, H2SO4ൻ്റെ കോൺസെൻട്രേഷനെ ആണ് ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ EMF ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനിയോ ഓൺ റീചാർജിങ് ദ ബാറ്ററി, the reaction is reversed. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, റീചാർജ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള റിയാക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്കൻഡറി സെല്ലുകളിലെ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്തൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരെ പാസ് ചെയ്യിക്കുമ്പോൾ, ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കുമ്പോൾ ഈ റിയാക്ഷനെ അതെന്ത് ചെയ്യിക്കും? റിവേഴ്സ് ചെയ്യിക്കും. റിവേഴ്സ് ചെയ്തിട്ടോ എന്ത് ചെയ്യും? ആൻഡ് PbSO4 ഓൺ ആനോഡിനകത്തുണ്ടാകുന്ന PbSO4 കണ്ടോ? ആനോഡിനകത്തുണ്ടാകുന്ന ഈ PbSO4നെ കൺവേർട്ടഡ് ഇൻറ്റു എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇൻറ്റു PB. ആൻഡ് PbSO4 അറ്റ് കാഥോഡ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു PbO2. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ നോക്കിയാൽ നമുക്കറിയാം, ആനോഡിനകത്ത് PbSO4 ഉണ്ട്, കാഥോഡിനകത്തും എന്തുണ്ട്? PbSO4 ഉണ്ട്. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനോഡിക് റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? PbSO4 ഉണ്ടാകുന്നത്. ആനോഡിക് റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? PbSO4 ഉണ്ടാകുന്നത്. ആ PbSO4നെ എന്ത് ചെയ്യും? ആനോഡ് ഈസ് കൺവേർട്ട് ഇൻറ്റു PB. കാരണം ഈ PbSO4നെ തിരിച്ച് PB ആക്കിയാൽ മാത്രമല്ല ഇവിടെ വീണ്ടും റിയാക്ഷൻ നടക്കുള്ളൂ. ഇവിടെ ഈ PbSO4 എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ആ ഉണ്ടാകുന്ന PbSO4നെ റിവൈസ് ചെയ്യിക്കും, റിയാക്ഷൻ നടത്തിക്കൊണ്ട് റിവൈസ് ചെയ്യിക്കുമ്പോൾ അത് PB ആവും. PB ആകുമ്പോൾ വീണ്ടും ഇതിനകത്തും നടക്കും, റിയാക്ഷൻ നടക്കും. ഓക്കെ ആണേ. ഇനി ഇതാ ഇവിടെ നോക്കൂ, കാഥോഡിനകത്ത് എന്താണ് പറയുന്നത്? കാഥോഡിനകത്ത് PB ആൻഡ് PbSO4 അറ്റ് കാഥോഡിനകത്ത് PbSO4 ഉണ്ട്. താണ്ട കാഥോഡിനകത്ത് PbSO4 ഉണ്ട്. ഈ കാഥോഡിനകത്തുള്ള PbSO4 എങ്ങനെയാണ് വന്നത്? ആൾറെഡി നമ്മളിവിടെ കൊണ്ടിട്ട് കൊടുത്തതാണ്? അല്ല, മറിച്ച് ഇവിടെ PbO2ൻ്റെ സോളിഡ് ഉണ്ടായിരുന്നു, SO4 2- അക്വസ് ഉണ്ടായിരുന്നു. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ ഉണ്ടായ സംഗതിയാണ് ആരെന്ന് പറയുന്നത്? ദാ ഇവിടെ നിൽക്കുന്ന ഈ PbSO4 സോളിഡ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് വീണ്ടും എന്താക്കി മാറ്റിയാലേ പറ്റുള്ളൂ? റിയാക്ഷൻ നടക്കണമെങ്കിൽ PbO2 ആക്കി മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഈ PbSO4 എന്ത് ചെയ്യും? അവിഘടിക്കും. അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ആരായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും? PbO2 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും കാഥോഡിൽ. അപ്പോൾ ആനോഡിൽ ആദ്യം ഉണ്ടായിരുന്ന കണ്ടീഷൻ അതുപോലെ തിരിച്ചു വന്നു, കാഥോഡിൽ ആദ്യം ഉണ്ടായിരുന്ന കണ്ടീഷൻ അതുപോലെ തിരിച്ചു വന്നു. അപ്പോൾ ഈ സെല്ല് വീണ്ടും വർക്ക് ചെയ്യൂലേ? വീണ്ടും വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് സെക്കൻഡറി സെല്ലുകൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ഈസിയാണിത്, വളരെ സിമ്പിളാണ് സംഗതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സാധനത്തിൻ്റെ വർക്ക് ചെയ്യിച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി കണ്ടന്റിലേക്ക് പോകാം. ഇനി നമ്മൾ പോകുന്നു മറ്റൊരു സെൽ, അനദർ സെക്കൻഡറി സെല്ലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം നിക്കൽ കാഡ്മിയം സെൽ. എന്താണ് എൻ്റെ പേര്? നിക്കൽ കാഡ്മിയം സെൽ. ഓക്കെ, ചിത്രമാണ് ഇതിനകത്ത് ഉള്ളത്. നമുക്ക് ചിത്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ അതിലെ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇതാ നോക്കൂ, നിക്കൽ കാഡ്മിയം സെല്ലിൻ്റെ ആനോഡായി യൂസ് ചെയ്യുന്നത് CD, കാഡ്മിയം. CD ആണ്, കാഡ്മിയത്തിനെയാണ് യൂസ് ചെയ്യുന്നത്. അവിടുത്തെ കാഥോഡ് ആരാണ്? കാഥോഡ് മെറ്റൽ ഗ്രിഡ് കണ്ടെയ്നിങ് നിക്കൽ ഓക്സൈഡ്. നിക്കൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രാക്കറ്റിനകത്ത് ഒരു 4 എന്നുകൂടി എഴുതിയിട്ടുണ്ട്. എന്താണ്? ഇവിടെ നിക്കൽ ഓക്സൈഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 4 വരുന്ന നിക്കൽ ഓക്സൈഡ് എന്നാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത് കാഡ്മിയമാണ്. ദെൻ എ മെറ്റൽ ഗ്രിഡ് കണ്ടെയ്നിങ് നിക്കൽ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ആസ് കാഥോഡ്. അപ്പോൾ കാഥോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽ ഗ്രിഡ് കണ്ടെയ്നിങ് നിക്കൽ ഓക്സൈഡ്. അപ്പോൾ സിമ്പിളി നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക, അതിൻ്റെ പേര് നോക്കൂ, നിക്കൽ കാഡ്മിയം സെൽ. ഓക്കെ, അതിൽ ആദ്യം തന്നിരിക്കുന്ന നിക്കലിനെ നമ്മൾ കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നു, രണ്ടാമത് തന്നിരിക്കുന്ന കാഡ്മിയത്തിനെ ആനോഡായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. അത്ര മാത്രം എടുത്താൽ മതി. അപ്പോൾ മറക്കൂലല്ലോ, മറക്കില്ല. അപ്പോൾ ആനോഡ് കാഡ്മിയം, കാഥോഡ് നിക്കലിൻ്റെ ഓക്സൈഡ്. ഇനി എന്ത് വേണം? ഇലക്ട്രോലൈറ്റ് വേണം. അതാ ഇലക്ട്രോലൈറ്റ് KOH സൊല്യൂഷൻ. KOHൻ്റെ പേസ്റ്റ് ഒന്നുമില്ല, KOHൻ്റെ സൊല്യൂഷൻ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? നമ്മളിതിനകത്ത് എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ KOH സൊല്യൂഷനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആനോഡായി, കാഥോഡായി, എന്തായി? ഇലക്ട്രോലൈറ്റായി. ഇനി ഇതാ നോക്കൂ, എൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാ നിക്കൽ കാഡ്മിയം സെൽ, അതിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിനകത്തുള്ള ബാക്കി ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കുകയല്ല, ജസ്റ്റ് ചിത്രം ഒന്ന് നിരീക്ഷിക്കുക, അത്ര മാത്രം മതി. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുകയും വേണം. ഓക്കെ ആണേ. അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഇനി ഇതിനകത്തുള്ള റിയാക്ഷനാണ് ഇത് തന്നിരിക്കുന്ന ഓവറാൾ റിയാക്ഷൻ. ഓവറാൾ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ CD സോളിഡ് ഉണ്ട്, പ്ലസ് 2NiOH ത്രൈസ് സോളിഡ് ഗീസ് CDO സോളിഡ്, പ്ലസ് 2NiOH ട്വൈസ് സോളിഡ്, പ്ലസ് H2O ലിക്വിഡ്. ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ ആണ്. അപ്പോൾ ഇതാണ് നിക്കൽ കാഡ്മിയം സെല്ലിൻ്റെ റിയാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളതിനകത്ത് എന്ത് ചെയ്തു? പറഞ്ഞു പോയി. ഇനി നമ്മൾ പോകുന്നു അനദർ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, ദാറ്റ് മീൻസ് ഫ്യൂവൽ സെൽസ്. എന്താണ് സംഗതി? ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കാം, എന്താണ് ഫ്യൂവൽ സെൽ എന്നാണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. നോക്കൂ, ദീസ് ആർ ഗാൽവാനിക് സെൽസ്. ഈ ഗാൽവാനിക് സെല്ലുകളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂവൽ സെല്ലുകൾ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സെല്ലുകളിലാണ് വരുന്നത്? ഗാൽവാനിക് സെല്ലുകളുടെ അകത്ത് വരുന്നവയാണ്. പിന്നെയോ വിച്ച് കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ ലൈക്ക് ഹൈഡ്രജൻ, മീഥൈൻ, മെഥനോൾ എക്സെട്ര ഡയറക്ട്ലി ഇൻടു ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ സ്വാഭാവികമായും ഫ്യൂവൽ സെല്ലുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചില ഫ്യൂവൽസ് ആണ്. ഒന്ന് ഹൈഡ്രജൻ വാതകത്തെ ഉപയോഗിക്കും, മീഥൈനെ ഉപയോഗിക്കാം, അതേപോലെ മെഥനോളിനെ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളെ ഫ്യൂവലുകളായി ഉപയോഗിച്ച് അവയെ കത്തിച്ച് അതിനകത്തു നിന്നും വരുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന സെല്ലുകൾ, അല്ലെങ്കിൽ ആ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകൾ. അത്തരത്തിലുള്ള സെല്ലുകളെയാണ് നമ്മൾ ഏതിൻ്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ഈ ഫ്യൂവൽ സെല്ലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, ദീസ് ആർ ഗാൽവാനിക് സെൽ. ഇവ എന്ത് ടൈപ്പ് സെല്ലുകളാണ്? ഗാൽവാനിക് സെല്ലുകളാണ്. വിച്ച് കൺവേർട്ട് ദ എനർജി ഓഫ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ. ഫ്യൂവലുകളായ ഹൈഡ്രജൻ, മീഥൈൻ, മെഥനോൾ എന്നിവ കത്തുമ്പോൾ കിട്ടുന്ന എനർജിയെ ഡയറക്റ്റ്ലി കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. നേരിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അത്തരത്തിലുള്ള സെല്ലുകളെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഫ്യൂവൽ സെൽ. ഓക്കെ, വൺ എക്സാമ്പിൾ ഫോർ ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ്. നമ്മൾ പലപ്പോഴും എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വാങ്ങിച്ച് വെച്ച് ഉപയോഗിക്കുന്നതല്ല എൻ്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും ഒക്കെ കേൾക്കുന്ന സംഗതിയാണ് ഓക്സിജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ശാസ്ത്രലോകം ഒത്തിരി ഉപയോഗിക്കുന്ന സെല്ലുകളിലൊന്നാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. നമ്മൾ എവിടെ ഉപയോഗിച്ചിട്ടുണ്ട്? വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ അപ്പോളോ സ്പേസ് പ്രോഗ്രാം. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്യൂവൽ സെല്ലുകളിൽ പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഫ്യൂവൽ സെല്ലാണ് ഏത്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ നോക്കാം. ഹിയർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ബബിൾഡ് ത്രൂ
ഇപ്പോൾ ഇവിടെ നമുക്ക് ആരൊക്കെ വേണം? ഹൈഡ്രജൻ വേണം, പിന്നെ ആരും വേണം? അതുപോലെ ഓക്സിജനും വേണം. ഇതിനെ നമ്മൾ ബബിൾ ചെയ്യിക്കും, ബബിൾഡ് ത്രൂ പോറസ് കാർബൺ ഇലക്ട്രോഡ്സ്. ഈ പോറസ് ആയിട്ടുള്ള കാർബൺ ഇലക്ട്രോഡുകളുടെ അകത്തുകൂടി നമ്മൾ ഇവയെ ബബിൾ ചെയ്യിക്കും, ഹൈഡ്രജനെ ഓക്സിജനെയും ബബിൾ ചെയ്യിച്ച് കടത്തിവിടും ഇൻറ്റു കോൺസെൻട്രേറ്റഡ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അത് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്? കോൺസെൻട്രേറ്റഡ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലകത്തേക്കായിരിക്കും ഇതിങ്ങനെ നമ്മൾ ബബിൾ ചെയ്യിച്ച് ഇതിനെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജനെയും ഓക്സിജനെയും നമ്മൾ എടുത്തതിന് ശേഷം പ്രഷർ കൊടുത്ത് ബബിൾ ചെയ്യിക്കുന്നു. അത് പോറസ് ആയിട്ടുള്ള നമ്മുടെ കാർബൺ ഇലക്ട്രോഡിന് അകത്തുകൂടി എങ്ങോട്ടേക്ക്? അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനകത്തേക്ക്. അപ്പോഴോ ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഇലക്ട്രോഡ് റിയാക്ഷൻ. ഇത് കൂടാതെ തന്നെ ഇലക്ട്രോഡ് റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് കൂട്ടണമല്ലോ. കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഏതൊരു കെമിക്കൽ റിയാക്ഷൻ്റെയും റേറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കെമിക്കൽ തന്നെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കും? കാറ്റലിസ്റ്റുകൾ. ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ത്വരിതപ്പെടുത്താൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ വ്യത്യാസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആൾട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് കാറ്റലിസ്റ്റ്, ഉൽപ്രേരകങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നു. ആരെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? ഒന്ന് ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം, ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം ഓർ പലേഡിയം മെറ്റൽ. ഒന്നുകിൽ ഫൈനലി ഡിവൈഡഡ് പ്ലാറ്റിനം അല്ലെങ്കിലോ പലേഡിയം ഇതിനെ നമ്മൾ ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് ഈ പലേഡിയവും പ്ലാറ്റിനും ഒക്കെ ഉപയോഗിക്കുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, അവയുടെയൊക്കെ റിയാക്റ്റീവ് കപ്പാസിറ്റി വളരെ കുറവാണ്. ഈ പ്ലാറ്റിനമൊക്കെ സംബന്ധിച്ച് കുലീന ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്ന നോബിൾ മെറ്റൽസ് ആണ്. അവ ഇവയുമായിട്ട് എന്ത് ചെയ്യില്ല? റിയാക്ഷനിൽ ഏർപ്പെടില്ല. സാധാരണ മെറ്റലിനകത്തേക്ക് ഓക്സിജനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മെറ്റലിൻ്റെ ഓക്സിജൻ ഉണ്ടാവും. മനസ്സിലായ? അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ വളരെ പ്രവർത്തനശേഷി കുറഞ്ഞ മെറ്റൽസിനെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. മെറ്റൽസ് ആർ ഫിൽഡ് ഇൻ ടു ഇലക്ട്രോഡ്സ്. ഈ ഇലക്ട്രോഡ്സിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന എന്തിനകത്ത്? ഈ ഇലക്ട്രോഡ്സിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഈ മെറ്റൽസ് അല്ലെങ്കിൽ ഈ ഫൈനലി ഡിവൈഡഡ് സ്റ്റേറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെറ്റൽസിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെയാണ്? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫ്യൂവൽ സെല്ലുകളെ കുറിച്ചാണ്. ഗാൽവാനിക് സെല്ലാണ്, ഒരു ടൈപ്പ് ഗാൽവാനിക് സെല്ലാണ് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഹൈഡ്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, മീഥൈൻ, മെഥനോള് ഇങ്ങനെയൊക്കെ ഉള്ളവയെ നമ്മൾ ജ്വലിപ്പിക്കും, കമ്പഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന എനർജിയെ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജനെയൊക്കെ ജ്വലിപ്പിക്കുന്നു എന്ന് പറയുന്ന കാര്യം മറ്റൊന്നുമല്ല, അതിൻ്റെ ഉയർന്ന കലോറിക മൂല്യമുണ്ട്. അതിന് കലോറിഫിക് മൂല്യം വളരെ കൂടുതലാണ് ഹൈഡ്രജൻ. ചെറിയ അളവിൽ ഹൈഡ്രജൻ എടുത്ത് കത്തിച്ച് കഴിഞ്ഞാൽ തന്നെ ഹ്യൂജ് എമൗണ്ട് എനർജി എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിനകത്ത് പോലും നമ്മൾ യൂസ് ചെയ്ത സംഗതിയാണ് ഇത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഇനി അതിൻ്റെ ഒരു ചിത്രം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് ഫ്യൂവലിനെ നമ്മൾ അകത്തോട്ട് കയറ്റുന്നു, എയറിനെയും കടത്തിവിടുന്നു. എയറിനെയും കടത്തിവിടുമ്പോൾ തൊട്ട് ആനോഡുണ്ട്, കാഥോഡുണ്ട്. ഇലക്ട്രോലൈറ്റിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്ത് ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് എന്തായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യും? ഈ സംഗതി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ. ഇനി അതിൻ്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കാഥോഡിനകത്ത് നടക്കുന്നത് ഇതാ നോക്കിയേ. കാഥോഡിനകത്ത് എന്താ നടക്കുന്നത്? O2 ഗ്യാസ് പ്ലസ് 2H2O ലിക്വിഡ് പ്ലസ് 4 ഇലക്ട്രോൺ ഗീസ് 4OH മൈനസ്. ഇനിയോ ആനോഡിനകത്ത് നടക്കുന്ന റിയാക്ഷൻ നോക്കിയേ. 2H2 ഗ്യാഷ്യസ് പ്ലസ് 4OH മൈനസ് അക്വസ് ഗീസ് 4H2O ലിക്വിഡ് പ്ലസ് 4 ഇലക്ട്രോൺ. കണ്ടോ? ഇനി ഓവറാൾ റിയാക്ഷൻ എഴുതാൻ നമുക്കറിയാമല്ലോ. ഈ രണ്ട് റിയാക്ഷനും കിട്ടിക്കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഈക്വൽ ആയിട്ടുള്ളതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ബാക്കിയുള്ളതിനെ നുള്ളിപ്പറക്കി നേരത്തെ അങ്ങ് എഴുതും. ഒരു ഗീസ് കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ സംഗതി ഓക്കെ ആയി. ഓവറാൾ റിയാക്ഷൻ എങ്ങനെ കിട്ടി? 2H2 ഗ്യാഷ്യസ് പ്ലസ് O2 ഗ്യാഷ്യസ് ഗീസ് പിന്നെ എന്ത് കിട്ടി? O2 മൈനസ് ഗ്യാഷ്യസ് ഗീസ് 2H2O ലിക്വിഡ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ വരുന്ന പ്രോഡക്റ്റ് ആരാണ്? ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം വാട്ടറല്ലേ വരുന്നത്. വാട്ടർ എന്ന് പറയുന്ന സാധനം ഒരു ഇമ്പ്യൂരിറ്റിയാണ്, ഒരു മാലിന്യമാണ്, അപദ്രവ്യമാണ്. അല്ലല്ലോ.
അതുകൊണ്ടാണ് ഇത് ഒരു പൊല്യൂട്ടൻ്റ് ആണോ? അല്ല. അങ്ങനെ ഒരു പൊല്യൂട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ ഫ്യൂവൽ സെൽ, നമ്മൾ പിന്നീട് പറയാം, ഈ ഫ്യൂവൽ സെല്ലുകൾ, ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലെന്ന് ഉപയോഗിക്കുമ്പോൾ അതിന് മലിനീകരണമില്ല എന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട മേന്മകളിൽ ഒന്നാണ്. എൻ്റെ കാര്യം, ഈ കിട്ടുന്ന പ്രോഡക്റ്റ് ആരാണ്? വാട്ടറാണ്. വാട്ടർ ആയതുകൊണ്ട് വാട്ടർ എന്തല്ല, പൊല്യൂട്ടൻ്റ് അല്ല. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇതിൻ്റെ മേന്മകളെക്കുറിച്ച്, അഡ്വാൻറ്റേജുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. The cells works continuously as long as the reactants are supplied. ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ബാക്കിയുള്ള സെല്ലുകളൊക്കെ പ്രവർത്തനം നിലയ്ക്കും. ഇതിനെ സംബന്ധിച്ച് എത്രത്തോളം നേരം അല്ലെങ്കിൽ എത്രത്തോളം കാലം ഈ ഹൈഡ്രജനെയും ഓക്സിജനെയും നമ്മൾ അല്ലെങ്കിൽ ഈ ഫ്യൂവലിനെ അല്ലെങ്കിൽ റിയാക്ടൻസിനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം കാലം ഇതെന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ്? ദ സെൽ വർക്ക്സ് കണ്ടിന്യൂസ്ലി ആസ് ലോങ് ആസ് ദ റിയാക്ടൻസ് ആർ സപ്ലൈഡ്. റിയാക്ടൻസ് അഭികാരകങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈ സംഗതികൾ എങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ബാക്കിയുള്ള സെല്ലുകൾ ഇങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ കണ്ടന്റ് തീരുമ്പോൾ അവയുടെ റിയാക്ഷൻ അവരെന്ത് ചെയ്യാൻ തുടങ്ങും? അവസാനിപ്പിച്ചു തുടങ്ങും. അപ്പോൾ ഇവിടെ റിയാക്ടൻസിനെ നമുക്കിങ്ങനെ സപ്ലൈ ചെയ്യാം, പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതാ നോക്കൂ, രണ്ടാമത്തെ പോയിന്റ് എന്താ? ഇറ്റ് ഹാസ് ഹയർ എഫിഷ്യൻസി ആസ് കമ്പയർഡ് ടു അതർ കൺവെൻഷണൽ സെൽസ്. ബാക്കിയുള്ള ഏത് സെല്ലുകളെ വെച്ച് നോക്കുമ്പോഴും നമ്മുടെ ഫ്യൂവൽ സെല്ലുകൾക്ക് എഫിഷ്യൻസി വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ് എടുക്കണമെങ്കിൽ ഹൈഡ്രജൻ്റെ കയ്യിലിരിക്കുന്ന എനർജി അത്രയ്ക്കും വലിയ എനർജിയാണ്. അതിൻ്റെ കലോറിഫിക് മൂല്യം അത്രയും വലുതാണ്. അങ്ങനെയുള്ള സാധനം ബാക്കിയുള്ളവയുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മത്സരിച്ച് കഴിഞ്ഞാൽ ഇവരല്ലേ വിജയിക്കുള്ളൂ. കാര്യം ഹയർ എഫിഷ്യൻസിയാണ് ഇവർക്ക്. അപ്പോൾ ഫ്യൂവൽ സെല്ലുകൾക്ക് ഹയർ എഫിഷ്യൻസിയാണ് ബാക്കിയുള്ളവയുമായി നമ്മൾ കമ്പയർ ചെയ്താൽ. പിന്നെയോ മൂന്നാമത്തെ പോയിന്റ് എന്താ? മൂന്നാമത്തെ അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി. നമുക്ക് എപ്പോഴും ആവശ്യം അതാണ്. നമ്മൾ ഏത് ഉപയോഗിച്ച് കഴിഞ്ഞാലും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. പരിസ്ഥിതിയൊക്കെ പൊല്യൂട്ടൻ്റ് ആക്കാതെ പൊല്യൂഷൻ ഫ്രീ ആയിട്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ തോന്നണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഒക്കെ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അതിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. കാര്യം എന്താണ്? വിച്ച് ഈസ് എക്കോ ഫ്രണ്ട്ലി. കാര്യം പൊല്യൂഷൻ ഫ്രീ ആണിത്. അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു. ഇവിടെ ആകെ ഒരൊറ്റ ബൈ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ഇതാ നമ്മുടെ സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവൻ്റായ വാട്ടറാണ്. വാട്ടർ പൊല്യൂട്ടൻ്റേ അല്ല. സോ ദ സെൽസ് ആർ, അതായത് ഫ്യൂവൽ സെൽസ് ആർ എക്കോ ഫ്രണ്ട്ലി. ഫ്യൂവൽ സെല്ലുകൾ എപ്പോഴും എന്തായിരിക്കും? എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെയോ മറ്റൊരു പ്രവർത്തനം, മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, വാട്ടർ ഒബ്റ്റൈൻഡ് ഫ്രം ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാര്യം കുടിവെള്ളം ഇല്ലാതെ വരുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഒരു സെല്ല് വർക്ക് ചെയ്യിച്ചോണ്ട് വേണമെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാം? വാട്ടർ ഉണ്ടാക്കാം. കാര്യം എൻ്റെ ബൈ പ്രോഡക്റ്റ് എന്താണ്? വാട്ടറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വാട്ടർ ഒബ്റ്റൈൻഡ് ഫ്രം ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്. ഈ സെല്ല് വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാട്ടറിനെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഡ്രിങ്കിങ് വാട്ടറായിട്ട് ഉപയോഗിക്കാം, കുടിക്കാനായി ഉപയോഗിക്കാം. അപ്പോൾ അത്രയും വളരെ വിശാലമായ അഡ്വാൻറ്റേജസ് ഉള്ള സെല്ലുകളാണ് ഫ്യൂവൽ സെല്ലുകൾ എന്ന് പറയുന്നവയുടെ കൂട്ടത്തിലുള്ളത്. ഒരു കാരണവശാലും നമ്മൾ ഈ സംഗതികളെ മറന്ന് പോകരുത്. വളരെ രസകരമായി പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു തവണ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നോട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ എളുപ്പത്തിലാണ് ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ മുന്നോട്ട് കയറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മറഞ്ഞു പോകുന്നു എങ്കിലേ ഉള്ളൂ ആ ബുദ്ധിമുട്ട്. അല്ലാതെ ഇത് വളരെ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇപ്പം ആവശ്യമുള്ള പോയിന്റ്സ് വേണമെങ്കിൽ കുറിച്ചെടുത്തോളുക, അല്ലെങ്കിൽ ഓർമ്മിച്ച് വെച്ചേക്കുക. ഓക്കെ. ഇനി ഇതാ ഇപ്പുറത്തോട്ട് മാറി കഴിഞ്ഞാൽ ഇവിടെയും 2 പോയിന്റുകൾ ഇവിടെയും ഉണ്ട്. ഓക്കെ ആണോ? അപ്പോൾ അഡ്വാൻറ്റേജസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത്, ഇന്ന് നമ്മൾ ഈ പറഞ്ഞ പോർഷൻസ് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ രസകരമായി കാര്യങ്ങളായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് പോയത്. നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ബാറ്ററീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ആരെക്കുറിച്ചാണ്? ബാറ്ററികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത്. അതിനകത്ത് ആദ്യം നമ്മൾ ഈ ബാറ്ററികളുടെ യൂസിനെ കുറിച്ച് ആണ് പറഞ്ഞത്. എന്താണ് ബാറ്ററി എന്ന് നമ്മൾ അതിന് മുമ്പേ പറഞ്ഞു. അതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പ്രത്യേകതകൾ, അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു. ബാറ്ററികളെ നമുക്ക് അല്ലെങ്കിൽ സെല്ലുകളെ പ്രധാനമായും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രൈമറി സെല്ലെന്നും സെക്കൻഡറി സെല്ലെന്നും. ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നത് പ്രൈമറി സെല്ലും, ഒന്നിലധികം തവണ നമുക്ക് പിന്നെ റിവൈസ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ റിവൈസ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികൾ സെക്കൻഡറി സെല്ലുകളെന്നും നമ്മൾ പറഞ്ഞു. പ്രൈമറി സെല്ലുകളുടെ എക്സാമ്പിളുകളിലേക്കാണ് നമ്മൾ പോയത്. ഡ്രൈ സെല്ലാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അതിൻ്റെ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്ത് പോയത്. ഓക്കെയാണ്. ഇനി നമ്മൾ രണ്ടാമത് പഠിച്ചത് അതിൻ്റെ റിയാക്ഷനുകളെ കുറിച്ച് പറഞ്ഞു. ദെൻ അടുത്തതായി നമ്മൾ മെർക്കുറി സെൽ അല്ലെങ്കിൽ ബട്ടൺ സെല്ലിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് എല്ലാം പറഞ്ഞു. പിന്നെ നമ്മൾ കെമിക്കൽ റിയാക്ഷനിലേക്ക് പോയി. ദെൻ സെക്കൻഡറി സെൽ എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കിലേക്ക് പോയി. അപ്പോൾ സെക്കൻഡറി സെല്ലിനകത്ത് നമ്മൾ നോക്കിയത് ഫസ്റ്റ് ലെഡ് സ്റ്റോറേജ് സെല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലെഡ് സ്റ്റോറേജ് സെല്ലിൻ്റെ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ റിയാക്ഷനുകൾ എല്ലാം നമ്മൾ വിശദമായി വളരെ കാര്യമായി പറഞ്ഞു പോയതാണ്. അതിനുശേഷം നമ്മൾ നിക്കൽ കാഡ്മിയം സെൽ എന്ന് പറയുന്ന മേഖലയിലേക്ക് കടന്നു. അവിടെ ആനോഡ് കാഡ്മിയം എന്നും കാഥോഡ് നിക്കൽ ഓക്സൈഡുമാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് KOHനെ, അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനെ യൂസ് ചെയ്യുന്നു എന്നും നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഓവറാൾ റിയാക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോയി. ഫ്യൂവൽ സെല്ലുകൾ. ഫ്യൂവൽ സെല്ലുകളുടെ പ്രത്യേകതകളെ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച ഫ്യൂവൽ സെൽ ഏതാണ്? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് നമ്മൾ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? പ്ലാറ്റിനം, പലേഡിയം എന്നിവയൊക്കെയാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എന്നും പറഞ്ഞു. എന്താണ് ഫ്യൂവൽ സെല്ല് എന്നതിനെക്കുറിച്ച് നമ്മൾ കാര്യമായി പറഞ്ഞു. മീഥൈൻ, അതേപോലെ ഹൈഡ്രജൻ, മെഥനോൾ പോലുള്ള ഫ്യൂവൽസിനെ കത്തിച്ചുകൊണ്ട് ഡയറക്റ്റായ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്ന സെല്ലുകളെയാണ് എന്തെന്ന് വിളിച്ചത്? ഫ്യൂവൽ സെല്ലുകൾ എന്ന് വിളിച്ചത്. അതിൻ്റെ കാഥോഡ്, ആനോഡ് റിയാക്ഷനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഫ്യൂവൽ സെല്ലുകളെ അഡ്വാൻറ്റേജിനെ കുറിച്ചാണ്. അത് വളരെ കാര്യമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി റീചാർജ്ഡ്? ഈ താഴെ തന്നിരിക്കുന്നത് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്തത് ഏത് എന്നാണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെല്ല്, ഡ്രൈ സെല്ല്, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഇതിൽ ഏതാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റാത്തത്? റീചാർജ് ചെയ്യാൻ പറ്റാത്തത് ഇതിനകത്ത് ഓപ്ഷൻ സി, ഡ്രൈ സെല്ല്. അതാണ് റീചാർജ് ചെയ്യാൻ പറ്റാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഇലക്ട്രോകെമിക്കൽ സെൽ സ്റ്റോപ്സ് വർക്കിംഗ് ആഫ്റ്റർ സം ടൈം ബിക്കോസ്. ഇലക്ട്രോകെമിക്കൽ സെല്ല് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ വർക്കിംഗ് നിലയ്ക്കും. എന്തുകൊണ്ടാണ്? വൺ ഓഫ് ദി ഇലക്ട്രോഡ്സ് ഈസ് ഈറ്റൺ അവേ. ദെൻ ഓപ്ഷൻ ബി, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ബോത്ത് ഇലക്ട്രോഡ്സ് ബിക്കം ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓപ്ഷൻ സി, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ബോത്ത് ദ ഇലക്ട്രോഡ്സ് go on decreasing. Then electrode potential of both the electrodes go on increasing. അപ്പോൾ ഇതിലേതായിരിക്കും ആൻസർ? ആൻസർ നമുക്ക് ഊഹിക്കുമ്പോൾ തന്നെ കിട്ടും. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, രണ്ട് ഇലക്ട്രോഡ്സിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ആവും, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആകുമ്പോഴാണ് പിന്നെ അതിനകത്ത് നിന്ന് വർക്കിംഗ് നടക്കാത്തത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ ബി എന്ന് പറയുന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം എന്താ? വാട്ട് ഈസ് ദി ആനോഡ് ഓഫ് ഡ്രൈ സെൽ? ഡ്രൈ സെല്ലിൻ്റെ ആനോഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അറിയാമല്ലോ. അതിനകത്ത് പിന്നെ നമ്മൾ വേറെ അധികം ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ആനോഡ് അവിടെ സിങ്ക് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൽ യൂസ് എ KOH സൊല്യൂഷൻ ആസ് ഇസ് ഇലക്ട്രോലൈറ്റ്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് KOH സൊല്യൂഷനെ ഉപയോഗിക്കുന്നത് ഡ്രൈ സെല്ലിലാണോ, മെർക്കുറി സെല്ലിലാണോ, ലെഡ് സ്റ്റോറേജ് സെല്ലിലാണോ, നിക്കൽ കാഡ്മിയം സെല്ലിലാണോ? ഏതിലാണ്? നമ്മൾ പറഞ്ഞ ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ നിക്കൽ കാഡ്മിയം സെല്ലിനകത്താണ് KOH സൊല്യൂഷൻ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Fuel cell are not eco-friendly because they produce harmful byproducts. ഫ്യൂവൽ സെല്ലുകൾ എക്കോ ഫ്രണ്ട്ലി അല്ല എന്നാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേത്,
Primary cells have electrode reactions that can be reversed by passing current through them in the opposite direction. പ്രൈമറി സെല്ലുകളുടെ അകത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ടിനെ പാസ് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് അവയുടെ റിയാക്ഷനെ റിവൈസ് ചെയ്യിക്കാം. മൂന്നാമത്തെ പോയിന്റ്, ദ വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ഈസ് പ്യുവർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിനകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള വാട്ടർ പ്യുവറാണ്. അത് നമുക്ക് ഡ്രിങ്കിങ് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? ശരിയായ ഓപ്ഷൻ ഏതാണ്? മൂന്നാമത്തെ പോയിന്റ് മാത്രമേ ഇതിനകത്ത് ശരിയായിട്ടുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ അകത്തുനിന്ന് കിട്ടുന്ന വാട്ടർ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Which secondary cell uses sulfuric acid as its electrolyte? 38% സൾഫ്യൂരിക് ആസിഡിനെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെല്ലേ നമ്മൾ പഠിച്ചോളൂ. അത് ഡ്രൈ സെല്ലാണോ? അല്ല. മെർക്കുറി സെല്ലാണോ? അല്ല. നിക്കൽ കാഡ്മിയം സെല്ലാണോ? അതും അല്ല. പിന്നെ അവശേഷിക്കുന്നത് ആരാണ്? ലെഡ് സ്റ്റോറേജ് സെല്ല്. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി, ലെഡ് സ്റ്റോറേജ് സെല്ല്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് എന്താ? ദ ഓവറോൾ റിയാക്ഷൻ ഓഫ് മെർക്കുറി സെൽ. മെർക്കുറി സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഗതിയാണ്. എന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് അമാൽഗം വരുന്നത് മാത്രം നോക്കി. ഈ ഓപ്ഷനിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം എന്താണ്? സിങ്ക് അമാൽഗം അതിനകത്തുണ്ട്. ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായ ആൻസർ. വേറെ ഒന്നിലും നമ്മൾ അമാൽഗത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, മെർക്കുറിയെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ്, ഓപ്ഷൻ ബി തന്നെയാണ് ശരിയായ ആൻസർ. ഇനിയോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ? താഴെ തന്നിരിക്കുന്നത് ശരിയല്ലാത്തത് ഏത്? ദ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ വാസ് യൂസ്ഡ് ഇൻ ദ അപ്പോളോ സ്പേസ് പ്രോഗ്രാം. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ യൂസ് ചെയ്തു. ദ ഓൺലി പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓക്സിജൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ നിന്ന് പുറത്തു വരുന്നത്. ഇൻ നിക്കൽ കാഡ്മിയം സെൽ ദ ഇലക്ട്രോലൈറ്റ് ഈസ് യൂസ്ഡ് ഈസ് KOH സൊല്യൂഷൻ. KOH സൊല്യൂഷനാണ് നിക്കൽ കാഡ്മിയം സെല്ലിനകത്ത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നിന്ന് ശരിയല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? ഇവിടുന്ന് ശരിയല്ലാത്തത് രണ്ടാമത്തെ പോയിന്റ്, ദ ഓൺലി പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന സംഗതി ആണ് ഇവിടുത്തെ ശരി അല്ലാത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് ഇവിടുത്തെ ആൻസറായി പരിഗണിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസറായി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിഗണിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോർഷൻസും അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസും. ഓക്കെ, എല്ലാം നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും